പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതിരാവിലെ തിരുസന്നിധി എന്ന പൗർവിഷൻ്റെ അതിമനോഹരമായ ഈ ശുശ്രൂഷയിൽ നാം ഒരുമിച്ച് പങ്കെടുക്കുന്നത് എത്ര അനുഗ്രഹവും എത്ര ആശ്വാസകരവും ആകുന്നു. തുടർച്ചയായി ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ വായിക്കുകയും പ്രബോധനങ്ങൾ പറയുകയും ചെയ്യുന്ന സമയങ്ങൾ രാവിലെ നമുക്ക് ലഭിക്കുന്നു. നമ്മളൊരു ചെറിയ ഒരു ചിന്തയാണ് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് സ്തുത്യനായ യഹോവ എന്ന വാക്കാണ്. ഇങ്ങനെയാണ് വായിക്കുന്നത്. 18-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. I called out to the Lord. He is worthy of praise. He is worthy of praise. അവൻ സ്തുതിക്ക് യോഗ്യനാണ്. worthy of praise. ആരാധനയ്ക്ക് യോഗ്യനാണ്, മഹത്വത്തിന് യോഗ്യനാണ്. He is worthy of praise. സ്തുത്യനായ യഹോവയെ ഞാൻ വാഴ്ത്തും. He saved me from my enemies. അവൻ എന്നെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. രക്ഷിച്ചാലും ഇല്ലെങ്കിലും അവൻ സ്തുതിക്ക് യോഗ്യനാണ്. അപ്പോൾ സ്തുതിക്കുന്നത് രക്ഷിക്കാൻ വേണ്ടിയല്ല, പിന്നെയോ രക്ഷിച്ചതുകൊണ്ടും കൂടിയാണ്. രക്ഷ എന്നത് ഒരു അനുഭവമായിട്ടും പറയാം, ദിനംതോറുമുള്ള അനുഭവമായിട്ടും മനസ്സിലാക്കാം. പാപമോചനത്തെ അതിനോട് ചേർത്ത് വരുന്ന വീണ്ടും ജനനം, മാനസാന്തരം, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് രക്ഷാ അനുഭവമെന്നും രക്ഷാ നിർണയമെന്നും രക്ഷിക്കപ്പെട്ട അനുഭവമെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും തിരുവചനം പറയുന്നുണ്ട്. ഇനി നാം രക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല. രക്ഷ എന്ന ആ വലിയ പ്രോസസ്സിലൂടെ നാം കടന്നു പോകുന്നു എന്നാണ് അതിൻ്റെ ആത്മീയ അർത്ഥവ്യാപ്തി. ഇവിടെ നമ്മുടെ വചനം പറയുന്നു, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കും, എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ എന്നെ വിടുവിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. എൻ്റെ ദൈവത്തെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ടു, എൻ്റെ പാറ, എൻ്റെ കോട്ട, എൻ്റെ വിമോചകൻ, എൻ്റെ ശില, എൻ്റെ അഭയം, എൻ്റെ പരിച, ഇങ്ങനെയുള്ള അനേക അപദാനങ്ങൾ എൻ്റെ ദൈവത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. എന്നാൽ അതോടൊപ്പം അവൻ സ്തുത്യൻ തന്നെ. അതായത് എൻ്റെ ഒരാളുടെ സ്തുതി കുറഞ്ഞു പോയെന്നോർത്ത് സ്വർഗത്തിൽ ഒരു ക്ഷതവും സംഭവിക്കുന്നില്ല. നിൻ്റെ ഒരാളുടെ ആരാധന കുറഞ്ഞെന്നോർത്ത് ദൈവത്തിന് ഒരു ക്ഷീണവും വരുന്നില്ല, ഒരു ഭംഗവും വരുന്നില്ല. അവൻ സ്തുതിക്ക് യോഗ്യനാണ്. അവനെ സ്തുതിക്കാൻ കോടികളുണ്ട്. എന്നാൽ നിന്റെ ആയുസ്സിൽ നീ അവനെ സ്തുതിക്കാതിരുന്നാൽ നീ കുറ്റക്കാരനായിത്തീരും. അതുകൊണ്ട് സ്തുതിക്ക് യോഗ്യനായവനെ ഈ രാവിലെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.